നമസ്കാരം. ഡ്രാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരാൾക്കും റഫറിമാരെ ആരെങ്കിലും സ്വാധീനിച്ചു എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് ഫിഫ പ്രസിഡന്റിന് പോലും റഫറിമാരെ സ്വാധീനിക്കാൻ പറ്റില്ല. ഈ പ്രസ്താവന നടത്തുന്നത് പിയർലുഗി കൊളീനയാണ്. കൊളീനയെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഇറ്റാലിയൻ റഫറി. അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. 2002 വേൾഡ് കപ്പിൻ്റെ ഫൈനലൊക്കെ നിയന്ത്രിച്ച ലെജൻഡറി റഫറി പിയർലുഗി കൊളീന. അദ്ദേഹം ഇപ്പോൾ ഫിഫയുടെ ഡയറക്ടർ ഓഫ് റഫറീസാണ്. അപ്പോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങൾ, പ്രത്യേകിച്ച് ഫ്രാങ്കോയിസ് ലെറ്റക്സിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് റഫറി ഈജിപ്ത് വേഴ്സസ് അർജൻറ്റീന മത്സരത്തിലെടുത്ത തീരുമാനങ്ങളൊക്കെ വലിയ രൂപത്തിൽ വിവാദമായി കൊണ്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് ആ കളിയിലെ തീരുമാനങ്ങളൊന്നും തെറ്റായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ആ കൂട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഒരാൾക്കും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല. ഫിഫയുടെ റഫറിമാരെ ആരെങ്കിലും സ്വാധീനിച്ചു എന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വളരെ വളരെ ഹോണസ്റ്റായിട്ടാണ് റഫറിമാർ, സത്യസന്ധമായിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അത് പ്ലെയേഴ്സും കോച്ചുമാരും ഒക്കെ ചെയ്യുന്ന പോലെ എല്ലായ്പ്പോഴും ബെസ്റ്റായിട്ട് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാനാണ് റഫറിമാരും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് കൊളീന പറയുന്നത്. കൊളീനയുടെ വാക്കുകൾ ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് റഫറി അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്തുവന്ന രൂപത്തിലുള്ള വിവാദങ്ങളൊക്കെ ഈവൻ ഈജിപ്തിൻ്റെ കോച്ചും താരങ്ങളും ഒക്കെ ആരോപിച്ച ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനകൾ വരുന്നത്. അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിലുള്ള ഹൈ നമ്പർ ഓഫ് മാച്ചസ് നടക്കുന്ന സമയത്ത് അതും റിലേറ്റീവ്ലി ഷോർട്ട് പീരീഡിൽ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള മത്സരങ്ങൾ, ഹൈ നമ്പർ ഓഫ് മാച്ചസ് നടക്കുമ്പോൾ സ്വാഭാവികമാണ് ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോവില്ല. പക്ഷെ അത് സംഭവിക്കുമ്പോൾ റഫറിമാർ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും അടുത്ത മത്സരത്തിൽ കൂടുതൽ ബെറ്റർ ആക്കാനും എപ്പോഴും പരിശ്രമിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഓഫ് കോഴ്സ് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഡിബേറ്റ് ഓരോ കളിയിലെ തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ നടക്കട്ടെ, അത് എല്ലായ്പ്പോഴും ഫുട്ബോളിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒട്ടും തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഈ ഫുട്ബോളിൽ, നമ്മുടെ ഈ ഒരു കായിക ഇനത്തിൽ ഒരു സ്ഥാനവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആർക്കും റഫറിമാരുടെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അത് സംഭവിക്കുമ്പോൾ, ഇങ്ങനെ ചോദ്യം ചെയ്യൽ സംഭവിക്കുമ്പോൾ അത് പ്രൊവോക്കണായിട്ടുള്ള റിയാക്ഷൻസിലേക്ക് പോവുകയും പിന്നെ അത് ഭീഷണിയാകുന്നു, ഫാമിലീസിന് നേരെയുള്ള ഭീഷണിയായിട്ട് മാറുന്നു. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ പറയുന്നത്, ഒരാൾക്കും ഫിഫയുടെ റഫറിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ സ്വാധീനിക്കാൻ പറ്റും എന്നൊരു വാദം ഉന്നയിക്കാൻ പറ്റില്ല. ഒരാൾക്കും പറ്റില്ല. ഈവൻ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോക്ക് പോലും, ഫിഫയുടെ പ്രസിഡന്റിന് പോലും റഫറിമാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം എല്ലായ്പ്പോഴും റഫറിങ് ടീമിന്, റഫറിങ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫുൾ സപ്പോർട്ട് നൽകുന്നയാളാണ്. ഞങ്ങളുടെ വർക്കിന് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നൽകി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. റഫറീസ് ഇമ്പാർഷ്യലായിട്ടുള്ള ഡിസിഷൻസാണ് എടുക്കുന്നത്, ഒട്ടും പക്ഷപാതിത്വമില്ലാത്ത തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഇപ്പോൾ പ്ലെയേഴ്സും കോച്ചസും എല്ലായ്പ്പോഴും അവരുടെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കില്ലേ, അതേപോലെ തന്നെയാണ് റഫറിമാരും നോക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും ഈ വാർ ഇൻവോൾവ്മെൻറ്റ്, ഈജിപ്ത് വേഴ്സസ് അർജൻറ്റീന മത്സരത്തിലെ വിഷയങ്ങൾ ചോദിക്കും. അതിനുള്ള മറുപടി ഇങ്ങനെയാണ്: ആഫ്റ്റർ എവറി ഗോൾ സ്കോർഡ്, ഇപ്പോൾ ഇത് ഈജിപ്തിൻ്റെ ഗോള് ഡിസലവ് ചെയ്തതിൻ്റെ ഒരു ന്യായീകരണമാണ്. എല്ലാ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാലും വാർ അത് ഒന്ന് റിവ്യൂ ചെയ്യും. ആ ഒരു അറ്റാക്കിംഗ് പൊസഷൻ ആ പൊസഷൻ ഫേസ് ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്യും. അപ്പോൾ ഒരു ഫൗൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പ്രൊസീഡിങ്സിൽ അല്ലെങ്കിൽ ബിൽഡപ്പിൽ ഫൗള് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗോളിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ നോക്കും. അതിനുശേഷം സ്വാഭാവികമായിട്ടും വാർ ഓൺ ഫീൽഡ് റിവ്യൂവിന് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അതിനൊരു ഡിഫൈൻ ടൈം ലിമിറ്റ് ഒന്നുമില്ല, എവിടെ വെച്ചാൽ നടന്നത്, എത്ര സമയം മുമ്പാണെന്നൊന്നുമില്ല. അതിൻ്റെ ഗോളിൽ നിന്ന് എത്ര ദൂരെ വെച്ച് നടന്നു, അല്ലെങ്കിൽ എത്ര സമയം അതിനിടയിൽ ഗോൾ വരാൻ വേണ്ടി എടുത്തു, ഇതൊന്നും നോക്കാറില്ല. ഫൗള് കണ്ടിട്ടുണ്ടോ അത് റിവ്യൂ ചെയ്യാൻ പറയും. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ഒരു കറക്റ്റ് എക്സാമ്പിൾ. അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് മത്സരത്തിൽ ഈജിപ്തിൻ്റെ നമ്പർ 19 മർവാൻ ആറ്റിയ ക്ലിയർലി അർജൻറ്റീന നമ്പർ 6 ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാലിൽ ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ഫൗളാണെന്നാണ്. ഒരു ഫൗൾ എന്ന് പറഞ്ഞാൽ അത് ഫൗളാണ്. അത് ഒബ്വിയസ് ആയിട്ടുള്ള ഫൗളാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല. ഇഫ്
ദി റഫറി ഡിഡിൻ സീ ഇറ്റ് ഓൺ ദി ഫീൽഡ്, വാർ സ്വാഭാവികമായിട്ടും ഇൻ്റർവെൻ ചെയ്യും. അപ്പോൾ അവിടെ അത്രയേ സംഭവിച്ചിട്ടുള്ളൂ, അതിൽ മറ്റു പ്രശ്നങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സലയുടെ കാര്യത്തിലുള്ള ചോദ്യം വന്നു, സലയെ അവിടെ ഫൗൾ ചെയ്ത് എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനും അദ്ദേഹത്തിൻ്റെ വക ന്യായീകരണമുണ്ട്. അദ്ദേഹം പറയുന്നു അവിടെ ഫൗൾ ഉണ്ടായിരുന്നില്ല, ആ ഗോളിലേക്ക്, അർജൻറ്റീനയുടെ ഗോളിലേക്ക് വഴിവെച്ച നീക്കത്തിൽ ഫൗൾ ഉണ്ടായിട്ടില്ല. വാർ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ റഫറിയെ അതിനെക്കുറിച്ച് ഇൻഫോം ചെയ്യും. ഇപ്പോൾ ഒരു താരത്തിൻ്റെ കാലിലേക്ക് മറ്റൊരു താരം ചവിട്ടി അല്ലെങ്കിൽ സ്റ്റെപ്പ് ഓൺ ചെയ്യുക എന്നുള്ളത് ഫൗളാണ്. അതേസമയം ഇവിടെ സംഭവിച്ചത് എന്താ, ഡിഫൻഡർ ആരാണോ ബോൾ എടുക്കാൻ നോക്കിയത്, ഹുലിയൻ അൽവാരസ്, അദ്ദേഹമാണ് ബോൾ ആദ്യം ടച്ച് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു നോർമൽ കോണ്ടാക്റ്റ്, ഫുട്ബോളിൽ ഫൗളെന്ന് പറയാൻ പറ്റാത്തൊരു നോർമൽ കോണ്ടാക്റ്റാണ് അവിടെ നടത്തുന്നത്. എഗെയിൻ ഇതൊരു എക്സാമ്പിളാണ്. ഇത് ആ ഒരു മത്സരത്തിൻ്റെ അവസാനം സംഭവിച്ചു. അപ്പോൾ റഫറിയും വാറും അത് കൺസിഡർ ചെയ്തത് നോർമൽ കോണ്ടാക്റ്റ് ആയിട്ടാണ്. അതായത് ഈജിപ്തിൻ്റെ നമ്പർ 10 മുഹമ്മദ് സലായും അർജൻറ്റീന നമ്പർ 10 ഹുലിയൻ ആൽവാരസും തമ്മിലായിട്ടുള്ള സംഭവം ഒരു ഫൗളല്ല, നോർമൽ കോണ്ടാക്റ്റ് ആയിട്ടാണ് റഫറിമാർ കണ്ടിട്ടുള്ളത്. അതിൽ തെറ്റില്ല. ഇതാണിപ്പോൾ പിയർലൂഗി കോലീന എന്ന എല്ലാവരും വാഴ്ത്തിപ്പാടുന്ന മഹാനായ റഫറി എന്നെല്ലാവരും വിളിക്കുന്ന, റഫറിങ്ങിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്ന, മാതൃക റഫറി ആയിട്ടുണ്ടായിരുന്ന ആൾ എന്ന് പറയുന്ന റഫറിങ് ചീഫ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.